ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു ആണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. സവാള കൊണ്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊന്നും സ്റ്റോക്കില്ലാത്ത സമയത്ത് എന്താണ് തോരൻ വയ്ക്കുക എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ തോരനാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുന്ന ഒരു ഐറ്റമല്ലേ സവാള ഇല്ലാത്ത സമയമൊന്നും നമ്മുടെ വീട്ടിലുണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ സവാള കൊണ്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി അരിഞ്ഞെടുക്കാം കേട്ടോ. സവാളയും പച്ചമുളകൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്തു. ഇനി തോരൻ ഉണ്ടാക്കാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നാടൻ തോരനായതുകൊണ്ട് ഇതിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടി 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഉണക്കമുളക് ചതച്ചത്. മുളകിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പുപൊടി, ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. 1-2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇതുണ്ടാക്കാൻ ചില്ലി ഫ്ലേക്സ് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കാം. കാന്താരി മുളകോ നാടൻ പച്ചമുളകോ ഒക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രം ഇട്ടിട്ട് ഈ തോരൻ ഉണ്ടാക്കാം. എൻ്റെ പച്ചമുളക് നല്ല എരിവില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സും കൂടി യൂസ് ചെയ്തത്. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ഈ തോരൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. സ്റ്റൗ മീഡിയത്തിലിട്ടിട്ട് 2 മിനിറ്റ് ഇളക്കി കൊടുത്തു. സവാള ചെറുതായിട്ടൊന്നിങ്ങനെ വഴന്നു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ നടുഭാഗം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുഴിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്താൽ മതി. നാളികേരം ചേർക്കുന്നത് അവനവൻ്റെ ഇഷ്ടമാണ്, കൂടുതലും കുറവൊക്കെ അവനവൻ്റെ സൗകര്യത്തിന് ചേർക്കാം. എന്നാലും ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്താൽ ഇതിലേക്ക് പാകമായിരിക്കും കേട്ടോ. ഇനി ഇതിങ്ങനെ മൂടി വയ്ക്കാം. ഇത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കും. ഇതൊന്ന് തുറന്ന് നോക്കാം. 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചു. സ്റ്റൗ സിമ്മിലിട്ടിട്ടാണ് വേവിച്ചത് കേട്ടോ. ഇനി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. സവാളയും നാളികേരം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കുക. തട്ടിപ്പൊത്തി വെച്ചിട്ട് വീണ്ടും അടച്ച് വയ്ക്കാം. 2 മിനിറ്റും കൂടി സ്റ്റൗ സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റും കൂടി കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഈ സവാളയുടെ വെള്ളം ഫുള്ളിങ്ങനെ വറ്റിച്ചെടുക്കാം കേട്ടോ. സവാളയിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ഒട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ തോരന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സവാള അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ചെറുതായിട്ട് ഒത്തിരി വെള്ളം സവാളയിൽ നിന്ന് വരും. അതൊന്നിങ്ങനെ തുറന്ന് നമ്മൾ വറ്റിച്ചെടുത്താൽ മതി. അടച്ചു വെച്ച് സവാള വേവിക്കണം, എന്നാലേ സവാളയുടെ പച്ചച്ചുവ മാറിക്കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കാതിരുന്ന് കഴിഞ്ഞാൽ തോരന് ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സവാള മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സവാള ആയതുകൊണ്ട് ഉപ്പ് പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സവാളത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട് മുന്നേ 2 കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് രണ്ടും ഓപ്ഷണലാണ് കേട്ടോ. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. പക്ഷേ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തിട്ട് തോരൻ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം.
10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സവാള തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സവാള കൊണ്ട് ഇതുപോലൊരു തോരൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.